മക്കളെ, ഇന്ന് നമുക്ക് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന ചാപ്റ്റർ നോക്കാം. ആശയ സംഗ്രഹമാണ് നോക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കേരളീയ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറേണ്ടതിൻ്റെ അനിവാര്യത ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്ത്രബോധവും യുക്തിചിന്തയും ഉയർത്തിപ്പിടിച്ച കേരളീയ നവോത്ഥാന മൂല്യങ്ങൾക്ക് പകരം ഇന്ന് അശാസ്ത്രീയതകളും യുക്തിരാഹിത്യവും സമൂഹത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യ വിജ്ഞാനത്തെ സാർവജനീനമാക്കുമ്പോഴും ഡിജിറ്റൽ അസമത്വം നിലനിൽക്കുന്നു. ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ താൽപ്പര്യവുമുള്ള കേരളത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകളിലൂടെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ സാധിക്കും. പുതിയ വിജ്ഞാന ശാഖകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മലയാളത്തെ ഒരു വിജ്ഞാന ഭാഷയായി പരിവർത്തിപ്പിക്കണമെന്നും മാതൃഭാഷയിലൂടെയുള്ള പഠനമേ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അഥവാ അവഗാഹം നൽകൂ എന്നും ലേഖനം സമർത്ഥിക്കുന്നു. സവിശേഷ പ്രയോഗങ്ങളുടെ വിശകലനമാണ് ഇനി നോക്കാൻ പോകുന്നത്. വേരുകൾ ഇറക്കിയിരിക്കുന്നു. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും മലയാളിയുടെ ചിന്തകളിൽ നിന്ന് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്ത വിധം ഉറച്ചു പോയിരിക്കുന്നു എന്നർത്ഥം. ഡിജിറ്റൽ അസമത്വം വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം ലഭ്യമാവുകയും പാവപ്പെട്ടവർക്ക് അറിവ് നേടാനുള്ള ഈ മാർഗങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡിജിറ്റൽ അസമത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം. വിജ്ഞാനം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിരിച്ചെഴുതാനുള്ള പദങ്ങൾ: അറിവാകാശം, അറിവ് പ്ലസ് ആകാശം, അറിവാകാശം, അറിവ് പ്ലസ് ആകാശം. തനതറിവ്, തനത് പ്ലസ് അറിവ്, തനതറിവ്. വിജ്ഞാനോൽപാദനം, വിജ്ഞാനം പ്ലസ് ഉൽപാദനം, വിജ്ഞാനോൽപാദനം. വിഗ്രഹിക്കാനുള്ള പദങ്ങൾ: ശാസ്ത്രവിജ്ഞാനം, ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, ശാസ്ത്രവിജ്ഞാനം, ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിജ്ഞാനം. ഭൗതിക സാഹചര്യം, ഭൗതികമായ സാഹചര്യം. വൈജ്ഞാനിക സമൂഹം, വിജ്ഞാനത്തോടു കൂടിയ സമൂഹം. ലഘുവാക്യമാക്കുക: ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് കേരളം ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറി. കേരളം ശാസ്ത്രബോധം മുറുകെ പിടിച്ചു. കേരളം യുക്തിചിന്ത മുറുകെ പിടിച്ചു. കേരളം ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറി. അതിനെ ലഘുവാക്യമാക്കിയതാണ് നമ്മൾ ഈ മുകളിൽ കണ്ടത് കേട്ടോ. ഉയർന്ന സാക്ഷരതയും ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിൽ ഉയർന്ന സാക്ഷരതയുണ്ട്. കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്. ലഘുവാക്യമാണ്. വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രസരിപ്പിക്കുകയും വേണം. ലഘുവാക്യം: വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം, വിജ്ഞാനം പ്രസരിപ്പിക്കണം. ഒറ്റവാക്യമാക്കാനാണ് അടുത്തത്. അറിവ് ഉണ്ടാകണം, അത് എല്ലാവർക്കും ലഭിക്കണം. ഒറ്റവാക്യം നോക്കാം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവ് എല്ലാവർക്കും ലഭ്യമാകണം.
പുതിയ പദങ്ങൾ നിർമ്മിക്കണം, ഭാഷയെ വിജ്ഞാന ഭാഷയാക്കണം. പുതിയ പദങ്ങൾ നിർമ്മിച്ച് ഭാഷയെ വിജ്ഞാന ഭാഷയാക്കണം. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളുണ്ട്, അവ വിജ്ഞാന സമ്പത്ത് കൈയടക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ വിജ്ഞാന സമ്പത്ത് കൈയടക്കുന്നു. അടുത്തത് വിജ്ഞാന സമൂഹത്തിലേക്കുള്ള ചുവടുവെപ്പ്, വെല്ലുവിളികളും സാധ്യതകളുമാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയും മതനിരപേക്ഷതയും മുറുകെ പിടിച്ച് ആധുനികതയിലേക്ക് മുന്നേറിയ നാടാണ് കേരളം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും ആഴത്തിൽ വേരുകളിറക്കിക്കൊണ്ടിരിക്കുന്നത് ആശങ്കാജനകമാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാനും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാനും കേരളീയ സമൂഹം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറേണ്ടത് അനിവാര്യമാണ്. ഉൽപാദന വ്യവസ്ഥയിൽ അറിവിന് മുൻതൂക്കം ലഭിക്കുന്ന സമൂഹത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ നവീന വിജ്ഞാന ശാഖകൾ ഇന്ന് മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനം എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ വിവര സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമ്പോഴും ഡിജിറ്റൽ അസമത്വം എന്ന വലിയൊരു പ്രശ്നം നാം നേരിടുന്നുണ്ട്. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ വിജ്ഞാന സമ്പത്ത് കൈയടക്കി വെക്കുകയും അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും ചെയ്യുമ്പോൾ പിന്നോക്കം നിൽക്കുന്നവർ കൂടുതൽ പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുന്നതിന് ആവശ്യമായ ഉയർന്ന സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിവ കേരളത്തിനുണ്ട്. എന്നാൽ ഇവയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും കാഴ്ചപ്പാടുമാണ് ഇന്ന് ആവശ്യം. അറിവ് നിർമ്മിക്കാനും അത് പ്രസരിപ്പിക്കാനും കഴിയുന്ന ശേഷിയുള്ള സമൂഹങ്ങളെയാണ് യുനെസ്കോ വൈജ്ഞാനിക സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന വഴി മാതൃഭാഷയെ ഒരു വിജ്ഞാന ഭാഷയായി മാറ്റുക എന്നതാണ്. ഏതൊരു വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് ഉണ്ടാകണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ പഠിക്കണം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പുതിയ അറിവുകൾ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം മലയാള ഭാഷ പരിവർത്തിപ്പിക്കപ്പെടണം. പുതിയ പദാവലികൾ സൃഷ്ടിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള വിദേശ കൃതികൾ വിവർത്തനം ചെയ്യുക, മലയാളത്തിൽ തന്നെ മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കുക എന്നിവ ഇതിന് ആവശ്യമാണ്. മലയാളത്തിൽ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് ലോക നിലവാരത്തിലേക്ക് ഉയരുകയും മറ്റു ഭാഷക്കാർ ആ വിജ്ഞാനത്തിനായി നമ്മെ തേടി വരികയും ചെയ്യും. പുതിയ അറിവുകളും നമ്മുടെ തനത് അറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുരോഗതി ഉറപ്പാക്കാൻ കഴിയൂ. ശാസ്ത്രവിജ്ഞാനത്തെ ഒരു കർമ്മ പദ്ധതിയായി ഏറ്റെടുത്ത് ജനങ്ങളെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റിക്കൊണ്ട് കേരളത്തെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അടുത്തതായി നോക്കാൻ പോകുന്നത് പ്രസംഗമാണ്. നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ദേശീയ സമൂഹം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് CM മുരളീധരൻ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശാസ്ത്രബോധവും യുക്തിചിന്തയും മതനിരപേക്ഷതയും മുറുകെ പിടിച്ച് മുന്നേറിയ കേരളം ഇന്ന് യുക്തിരാഹിത്യത്തിൻ്റെയും അശാസ്ത്രീയതകളുടെയും വെല്ലുവിളികൾ നേരിടുകയാണ്. എന്താണ് ഒരു വൈജ്ഞാനിക സമൂഹം? ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് മുൻതൂക്കം ലഭിക്കുന്ന സമൂഹത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത്.
നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ നവീന വിജ്ഞാന മേഖലകൾ ഇന്ന് മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിജ്ഞാനം വർദ്ധിക്കുമ്പോഴും പണമുള്ളവർ അറിവ് കൈക്കലാക്കുകയും ഇല്ലാത്തവർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഡിജിറ്റൽ അസമത്വം എന്ന വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. ഒരു സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റാൻ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുകയും അത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലേക്കും പ്രസരിപ്പിക്കുകയും വേണം. ഇതിനായി വിജ്ഞാനത്തെയും വിവരങ്ങളെയും തിരിച്ചറിയാനും ക്രമീകരിക്കാനും കൈകാര്യം ചെയ്യാനും ശേഷിയുള്ള സമൂഹങ്ങളെയാണ് യുനെസ്കോ വൈജ്ഞാനിക സമൂഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ മാറ്റത്തിന് ഏറ്റവും അനിവാര്യം നമ്മുടെ മാതൃഭാഷയെ ഒരു വിജ്ഞാന ഭാഷയായി മാറ്റുക എന്നതാണ്. ഏതൊരു വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് അഥവാ അവഗാഹം ഉണ്ടാകണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ മനസ്സിലാക്കണം. മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കാൻ പുതിയ പദാവലികൾ സൃഷ്ടിക്കുകയും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികച്ച ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും വേണം. മലയാളത്തിൽ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ലോക നിലവാരത്തിലുള്ള വിജ്ഞാനത്തിനായി മറ്റു ഭാഷക്കാർ നമ്മെ തേടി വരുന്ന കാലമുണ്ടാകണം. ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സാമൂഹിക സുരക്ഷയും ഉള്ള കേരളത്തിന് ഒരു മികച്ച വൈജ്ഞാനിക സമൂഹമായി മാറാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുണ്ട്. ഇതിനായി ഭരണാധികാരികളുടെ കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയുമാണ് ആവശ്യം. പുതിയ അറിവുകളെ നമ്മുടെ തനത് അറിവുകളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ശാസ്ത്രവിജ്ഞാനത്തെ ഒരു കർമ്മപദ്ധതിയായി ഏറ്റെടുത്ത് നമുക്ക് മുന്നേറാം. ശാസ്ത്രം നൽകിയ സംഭാവനകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി അവരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റിക്കൊണ്ട് കേരളത്തെ ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി വളർത്താൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.